രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് വല്ല അറ്റാകാലപ്പ അത് വേണ്ട, അത് പ്രശ്നമാണ്. എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ കുടിക്കുന്നോ അല്ലെങ്കിൽ സമയത്ത് വല്ലതും കഴിക്കുന്നോ ആര് തിരക്കാൻ? അവക്ക് പണി പണി പണി. ഞാനുണ്ടല്ലോ, നിങ്ങൾക്കറി ചിരിക്കാൻ പറഞ്ഞല്ല, ഒരു പണിക്കും വേലക്കും പോവാതെ ഈ ബെഞ്ചിൽ തന്നെ കിടന്ന് ഉറങ്ങി നോക്കണം. അപ്പൊ അറിയാതിന്റെ കഷ്ടപ്പാട്. അയ്യോ, ചില ദിവസം ഉണ്ടല്ലോ 10 മണി കഴിഞ്ഞാൽ ഈ ബെഞ്ചിനകത്ത് വെയിലടിക്കും. ഈ ബെഞ്ചിൽ കയറി കിടന്ന ബെഞ്ച് വരെ എന്നോട് ചൂടാവും, അറിയാവോ? ഒരു ദിവസം കിടന്ന് ഞാൻ ഈ ബെഞ്ച് ഒട്ടിപ്പോയി. അവസാനം മഴയത്ത് അവള് കൊണ്ടിട്ട് എന്റെ പൊളിച്ചെടുക്കുക. തൽക്കാലം ഇപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി അകത്ത് കയറി പോയി ചോറെടുത്ത് പാത്രത്തിലിട്ട് എപ്പ കഴിക്കാൻ ഒരു പിടുത്തവുമില്ല. നമ്മുടെ വിധി, വിധിയോ വിധി. പാവപ്പെട്ടവർക്ക് ദൈവം തന്നെ തുണ. അല്ല ഇപ്പൊ എന്തോന്ന് പറയാം. അരവില്ല. അടിച്ചിട്ട് ഇയാളെ വീട്ടിലും പോയി. വീട്ടിൽ പോയില്ല, ഇവിടെ നിപ്പുണ്ടായിരുന്നു. എന്താണ് അത്? ശരി, രാവിലെ വീട്ടിൽ കയറി വന്ന് മനുഷ്യൻ ആരെങ്കിലും കയ്യിൽ നിന്ന് കഷ്ടപ്പെട്ട് മേടിച്ച സാധനം എടുത്തടിച്ച് എന്റെ ചെവിക്കൽ അടിച്ച് പൊട്ടിച്ചേക്കുന്നു. ഇവിടെ സാധനം മാത്രം ഒഴിച്ചു വെച്ചാൽ മതിയോ? ടച്ചിങ്സ് ആര് കൊണ്ടുവെക്കോടാ? നിന്റെ ചെവിക്കല്ലിട്ട് വന്നത് അന്നപ്പോ ടച്ചിങ്സുമായി എന്റെ നാക്കയിലെ കുരുവിരിപ്പും മാറി. അങ്ങനാണെങ്കിൽ അമ്മാവനൊന്നും നോക്കത്തില്ല, ഞാനും വെച്ച് തന്നേനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തുവാ നിന്റെ പ്ലാൻ? മനസ്സിലായില്ല. മനസ്സിലായില്ലെന്ന്. നിന്റെ അമ്മാവനാടാ ചോദിക്കുന്നത് എന്തുവാ നിന്റെ പ്ലാൻ? കാലാകാലങ്ങളായിട്ടുള്ള ആചാരമാണിത്. ഏത് മരുമക്കളെ കണ്ടാലും അമ്മാവന്മാര് വന്ന് ചോദിക്കും എന്താ നിന്റെ പ്ലാൻ എന്ന്. എനിക്ക് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. ഞാൻ തിരിച്ചു ചോദിക്കുവാണ്. ഈ ചോദ്യം എന്നോട് ചോദിക്കാം, അമ്മാവൻ എന്താണ് ഉദ്ദേശം? എന്റെ ഉദ്ദേശം നല്ല ഉദ്ദേശമാ. അതാണ്ടാ ഞാൻ ചോദിക്കുന്നത്, നീ എപ്പ അടക്കും? ഇവനോടെ വന്ന് നിന്നിട്ട് എന്നോട് അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? സമയമാകുമ്പോഴല്ലേ എനിക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുവാടാ അമ്മാവന്റെ അടക്കം? എന്റെ സവാടക്കാടുന്ന കാര്യമല്ല ചോദിച്ചത്. പിന്നെ എടാ, നീ എന്നെ ജാമ്യം നിർത്തി ഈ വീടിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തില്ലയോ? അതൊക്കെ എടുത്തായിരുന്നോ? അതിന്റെ എത്ര അടവ് അടച്ചാ നീ? ഒരടവെങ്കിലും അടച്ചാലല്ലേ ഏതെങ്കിലും ഒരു അടവ് അടച്ചോന്ന് ഓർക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്ത് പറയാനാ? എന്റെ ദൈവം തമ്പുരാന് ഒരടവ് പോലും അടച്ചില്ലയോ? ഇല്ല. ചുമ്മാ അല്ലടാ, 150 നോട്ടീസ് എനിക്ക് ബാങ്കിൽ നിന്ന് അയച്ചടാ. 150 നോട്ടീസ് അമ്മാവന് ബാങ്കിൽ നിന്ന് അയച്ച? എന്ത് വൃത്തികെട്ട ബാങ്കാണത്? 150 നോട്ടീസ് അയക്കുന്ന കാശുണ്ടായിരുന്നെങ്കിൽ അവന്മാർ എനിക്ക് വേണ്ടി ഒരടവെങ്കിലും അടക്കാൻ വയ്യ. നീ എന്തുവാടാ പറയുന്നത്? നീയും നിന്റെ പെണ്ണും പിള്ളേം വഴിയാധാരമാവുമെന്ന്. അങ്ങനാണ് അവളെയും പിടിച്ചോണ്ട് ഞാൻ അന്തസ്സായിട്ട് ആ വഴി പോയി നിൽക്കും. എന്തോ ആധാരം കിട്ടുമെന്ന് പറഞ്ഞ വഴി. എന്റെ തമ്പുരാനെ, ഞാൻ അതല്ലടാ പറഞ്ഞത്. ഈ വീട് അവര് ജപ്തി ചെയ്യുമെന്ന്. ഈ വീട് ജപ്തി ചെയ്യുമെന്ന്? അത്രക്ക് ദാരിദ്ര്യം പിടിച്ച ഒരു ബാങ്കും കേരളത്തിൽ. ഈ വീടെങ്ങാനും ആ ബാങ്കുകാർ ജപ്തി ചെയ്ത ആ ബാങ്കിന്റെ മാർക്കറ്റ് അപ്പയിടിയും. എടാ രഘുവേ, ഒരു കാര്യം നിന്നോട് ഞാൻ പറഞ്ഞേക്കാം. ഈ വീട് അവര് ജപ്തി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജാമ്യം നിന്ന് എന്റെ തറവാട് അവര് ജപ്തി ചെയ്തോട്ട് പോകും. അതിന് അങ്ങനെങ്ങാണ് സംഭവിച്ചാൽ ദൈവത്തിനാണ് സത്യം രഘുവേ, ഈ വീടിന്റെ ഉത്തരത്തെ ഞാൻ തൂങ്ങും. ഉമ്മാതെ ചിരിപ്പിക്കാതെ പോവാ. ഉത്തരവൊക്കെ ദ്രവിച്ചു പോയിട്ട് വർഷങ്ങളായി. ഉത്തരത്തെ കയറി തൂങ്ങുവന്ന് ഈ വീടിന് പട്ടിയൽ പോലും ഇല്ല, അറിയാവാ? പിന്നെ ചെതൽപുറ്റിന്റെ ബലത്തിലാണ് ഓടി നിൽക്കുന്നത്. എടാ, നീ അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് എനിക്ക് എന്തെല്ലാം പരിപാടികൾ ഉണ്ടായിരുന്നു അറിയാമോ? എനിക്ക് അന്ന് ബ്ലോക്ക് ഓഫീസിൽ ഒന്ന് പോണമായിരുന്നു, കൃഷി ഓഫീസിൽ പോണമായിരുന്നു, കറണ്ട് ബില്ല് അടയ്ക്കാൻ പോണമായിരുന്നു, പിന്നെ എന്റെ പെൻഷന്റെ കാര്യത്തിന് പോണമായിരുന്നു. ഇന്നിവിടെ ജപ്തി നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വന്നതാടാ. നിനക്കറിയാമോടാ? അപ്പൊ ആൾക്കാർ പറയുന്ന പോലെ ഒന്നും അല്ല, അമ്മാവനോട് സ്നേഹമുണ്ട്. ഒരാപത്ത് എനിക്ക് വരുന്നു അറിഞ്ഞപ്പോ എന്തായാലും തിരക്കാനെങ്കിലും വന്നല്ല. സ്നേഹമുണ്ടായിട്ടൊന്നും അല്ല, ഈ ജപ്തി എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. നേരിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നതാ. അപ്പൊ എന്റെ പുക കാണാൻ വേണ്ടി കയറി വന്നാണ്. വരുമോ? ആ മണിയന്റെ ആട് പ്രസവിച്ചു. നാളെ ചെന്ന് കഴിഞ്ഞാൽ അവനോട് കുറച്ച് പാല് കടം ചോദിക്കാം. അതിന് ആരിവിടുന്ന് അവിടം വരെ പോകുമെന്ന് ആലോചിക്കുമ്പോഴാ ഏറ്റവും വലിയ ഭ്രാന്ത് പിടിക്കും. എന്താണ് എനിക്ക് വയ്യണ്ണ. എന്നാ പിന്നെ വണ്ടി പിടിച്ച് ഏതെങ്കിലും ആശുപത്രിയിലോട്ട് പോകാമായിരുന്നു. എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അതല്ലെന്ന് അണ്ണാ, ഞാനിവിടെ പോയ തൊഴിലുറപ്പിന്റെ പണിക്ക് നിൽക്കുമായിരുന്നു. പണിക്ക് നിന്നപ്പോ രഘുവിന്റെ പെണ്ണിനെ കയറി പിടിച്ച് ഏത് റേഞ്ചർ ആയി പാടാ? ഇറങ്ങി വേണം. ആരും പിടിച്ചൊന്നുമില്ല.
അയ്യോ അമ്മാവനപ്പോ വന്ന് ഞാൻ കുറച്ചു നേരം മക്കളെ വന്നിട്ട് ആന്നോ അമ്മ അയ്യോ ചേട്ടാ ഞാൻ അവിടെ പണിക്ക് നിന്നപ്പോഴേ വാ. ദൂരേന്ന് ഒരു ഘോഷയാത്ര വരുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ചെന്ന് മതിലിൽ അവിടെ ചെന്ന് ഇങ്ങനെ കൈയും വെച്ചത് ഘോഷയാത്ര കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു ആ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇത് ഏത് അമ്പലത്തിലെ ഘോഷയാത്രയാന്ന് ചോദിച്ചു ഉവ്വ. അപ്പൊ അവര് പറയുവാ ഇത് അമ്പലത്തിലെ ഘോഷയാത്രയല്ല രഘുവിന്റെ വീട് ജപ്തി ചെയ്യാൻ വന്നതാന്ന്. രഘുവിന്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി വരുവാന്ന ആ. നശിപ്പിച്ചല്ലോ അമ്മ. ആരാടാ നശിപ്പിച്ചേ? അവന്മാർ ഏതെങ്കിലും ലോക്കൽ ടീമിനായിരിക്കും ചെണ്ടമേളം കൊടുത്തത്. നല്ല ടീമിന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ചെണ്ടമേളം കൊടുത്തത്. ഇതിപ്പോ നാണക്കേട് എനിക്കാണല്ലോ. ദാ, രഘുവേ. ദാ, എണ്ണിക്കടാ. ഇവിടുന്ന് ആരെ എഴുന്നേപ്പിക്കാൻ എന്നെ? എഴുന്നേൽക്കാനും അങ്ങോട്ടും മടി ഇങ്ങോട്ട് ഇങ്ങനെ കാര്യം ഇങ്ങോട്ട് മാറിക്കണം. കഷ്ടമാണെന്ന് പറ. ഞാൻ ഒടുക്കത്തെ ഈ മടി കാരണമാണ് ഈ വീടിങ്ങനെ ഇരിക്കുന്നത്. ആരാ ഈ ജപ്തി ഇപ്പൊ വന്ന് കയറി അറിയാമോ? വേണ്ടേ അമ്മാവ് ഇത് കേൾക്കണം. പറയണേ മറ്റേ. അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ ആണുങ്ങൾ പണിക്ക് പോകുന്നു. അവര് പണിക്ക് പോയിട്ട് അവരുടെ വീട് നോക്കുന്നു. അറിയാമോ? സുധാകരൻ പണിക്ക് പോയിട്ട് അവന്റെ വീട് നോക്കുന്നു. അതേപോലെ ബിജു പണിക്ക് പോയിട്ട് അവന്റെ വീട് നോക്കുന്നു. ഞാൻ എന്തോ ചെയ്യുന്നു? പറച്ചില് കേട്ടാ തോന്നും അവന്മാരേണ്ട്. ഈ സുധാകരൻ എന്ന് പറഞ്ഞവൻ രാവിലെ ഇറങ്ങിപ്പോവും പണിക്കെന്നും പറഞ്ഞു, എന്നിട്ട് വൈകുന്നേരമാണ് കയറി വരുന്നത്. ബിജുവൻ രാവിലെ ഇറങ്ങിപ്പോവും പണിക്ക്, എന്നിട്ട് വൈകുന്നേരമാണ് കയറി വരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഇവന്മാർക്ക് എപ്പോഴാണ് വീട് നോക്കാൻ സമയം? 22 വർഷമായിട്ട് ഈ ബെഞ്ചായി ഇരുന്ന് ഈ വീട് നോക്കുന്നത് ഞാനാണ്. അപ്പൊ എനിക്കൊരു വിലയില്ലടി. ചുമ്മാ ഇരുന്ന് കണ്ണും തള്ളി നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, വീട്ടിൽ അധ്വാനിച്ച് ജീവിക്കുന്ന കാര്യമായി പറഞ്ഞത്. എങ്ങനെ പറഞ്ഞാ മനസ്സിലാവാനാണ് ഇവനോട്? ഇവൻ പണ്ടേ ഇങ്ങനെ ഇവന് ദേഹമാണെങ്കിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്തു കൊടുത്തു. ഞാൻ കുറച്ച് തേനീച്ചയെ കൊണ്ട് കൊടുത്തു. അങ്ങനെ ആ തേൻ വിറ്റെങ്കിലും ജീവിക്കട്ടെന്ന് പറഞ്ഞു. എന്തിയാടാ തേനീച്ച? എല്ലാം നീ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞില്ലേടാ? അയ്യോ പറച്ചില് കേട്ടാ തോന്നി ഇതുപോലൊരു അമ്മാവൻ മറ്റാർക്കും ഇല്ലെന്ന്. ഇയാള് തേനീച്ച അല്ല എനിക്ക് കൊണ്ടു തന്നത്, ഏതോ മണിയനീച്ചയെ പോയി പിടിച്ചോണ്ട് ശർക്കര പാനിയിലിട്ട് മുക്കിക്കൊണ്ട് തരുവായിരുന്നു. തേനീച്ചയാന്ന് പറഞ്ഞു എന്നെ കൊണ്ട് തെരുവറിയിപ്പിക്കരുത്. അമ്മാവനാന്ന് ഞാൻ നോക്കത്തില്ല കേട്ടാ. മനുഷ്യൻ നിങ്ങൾ മാറിയത് അമ്മാവാ. നമ്മുടെ ഇല്ല പടിഞ്ഞാറ്റ വീട്ടില് സുരേഷ് ഉണ്ടല്ലോ, ആ ചെറുക്കൻ ഡെയിലി പണിക്ക് പോയിക്കൊണ്ടിരുന്ന നല്ല ചെറുക്കനായിരുന്നു. ചെറുക്കൻ ഒരു ദിവസം ഒരു ഓപ്പറേഷന്റെ ആവശ്യം വന്നു. അയ്യോ, അങ്ങനെ വന്നപ്പോ ആ കുഞ്ഞിന് ബ്ലഡ് വേണമായിരുന്നു.